സിഹ്റോ കണ്ണേറോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലായാൽ ചികിത്സാരിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. എന്താ ഫസ്റ്റ് എയ്ഡ്? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ 41 ഫലക്കും 41 നാസും മസ്റ്റായി ഓതണം. സിഹ്ർ ബാത്തിലാക്കാനും കണ്ണേർ ബാത്തിലാക്കാനും വേണ്ടി മാത്രം ഇറങ്ങിയ സൂറത്താണ് അത് രണ്ടും. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി മിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ളുറൂൻ. അർത്ഥം പറയാ. എന്താ അർത്ഥം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി, അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളോട് ഞാൻ ഇതാ കാവൽ ചോദിക്കുന്നു. പിന്നെ എന്തിനെ തൊട്ട്? മിൻ ഗളബിഹി, അല്ലാഹുവിന്റെ കോപത്തെ തൊട്ട്, വഇഖാബിഹി, അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ടും, പിന്നെ വമിൻ ശർരി ഇബാദിഹി, അല്ലാഹുവിന്റെ ദാസന്മാർ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ തൊട്ടും, വമിൻ ഹമസാത്തി ശയാത്തീനി, പിശാചിന്റെ സ്പർശം എനിക്ക് വരുന്നതിനെ തൊട്ടും, വഅൻ യഹ്ളുറൂൻ, അവർ എന്റെ അടുക്കൽ ഹാജരാകുന്നതിനെ തൊട്ടും. അവരെന്റെ അടുത്ത് വരാൻ പോലും പാടില്ല. ഓലെ എന്റെ താടിമക്കോലുണ്ട് വരാൻ പോലും പാടില്ല. എന്നെ തൊടാൻ പോയിട്ട് എന്റെ അടുത്ത് വരാനും പാടില്ല. ആദ്യം കോപം, പിന്നെ ശിക്ഷ, പിന്നെ അവരുണ്ടാക്കുന്ന ഉപദ്രവം, പിന്നെ അവരുടെ സ്പർശം, പിന്നെ അവർ വരാൻ തന്നെ പാടില്ല. എന്റെ തടിയിലടുത്ത് അത് ഏത് നേരം എപ്പോഴും ചെല്ലണം. അത് എപ്പോഴും ചെല്ലണം. അത് ഭയങ്കര ഫലമുള്ള അമലാണ്. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും അത് ഏത് നേരം ചൊല്ലണം. നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുകയാണ്, ഒരു വർത്താനം പറഞ്ഞ് അടുത്ത വർത്താനം നമുക്ക് മുൻകോപം വന്നാൽ ചെല്ലണം. ഈ വർത്താനം മതിയാവും കത്തിക്കുത്തുണ്ടാവാന്. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. സാലിഹായ മനുഷ്യനെ കൊണ്ടല്ലാതെ സിഹ്ർ ബാത്തിലാക്കരുത്. സിഹ്ർ ബാത്തിലാക്കിയ ആളുകൾ ഒന്ന് സയ്യിദുന മൂസ. ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയബ്തുലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. സിഹ്റിന്റെ ചികിത്സ നടത്തുന്ന ആളുകൾക്ക് മസ്റ്റാണ് അവർ തഹജ്ജുദ് നിസ്കരിക്കണം. അവർ ഇക്സാറു ദുആ ലില്ലാഹ്, അവർ കൂടുതൽ ദുആനെ പെരുപ്പിക്കുന്നവരായിരിക്കണം. വത്തളറു വൽ ഇബ്തിഹാലു ലില്ലാഹ്, അല്ലാഹുവോട് എപ്പോഴും വിനയം കാണിക്കുന്നവരായിരിക്കണം. വറഹ്മത്തുൽ ലിൽ മസാക്കീൻ, മിസ്കിന്മാരോട് റഹ്മത്ത് ചെയ്യുന്നവരായിരിക്കണം. ആര്? സിഹ്റിനെ ചികിത്സ ചെയ്യണവര്. അല്ലെങ്കിൽ ഫലിക്കൂല. താടി ഉണ്ടായിട്ട് കാര്യമല്ല. താടി തൊപ്പറയൊക്കെ ആർക്കുണ്ടാകാം. അത് 2 ആഴ്ച ബാർബർ ഷോപ്പ് പോകാതിരുന്നാൽ മതി. മനസ്സിലായോ നിങ്ങൾക്ക്? ചിന്തിക്ക്. അപ്പൊ അതെങ്ങനെയാണ്? അത് അന്വേഷിക്കാലോ. ഒരാളെ സുലൂക്ക് സീറ അറിയാലോ, അയാളെ പറ്റി നമുക്ക് അന്വേഷിച്ചാൽ അയാൾ സാലിയാണോ അല്ലേന്ന് അറിയാലോ, അല്ലെങ്കിൽ നമ്മക്കെങ്കിലും അറിയാലോ. ഇതിനൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, എന്റെ ഈ മുണ്ടില് അഴുക്കായാല് ഞാനത് മലം കലക്കിയ വെള്ളത്തിൽ കഴുകാൻ നോക്കിയാൽ ഇപ്പൊ ഇതിലെന്തോ ചാണകം പറ്റി, പിന്നെ ഞാൻ മലം കലക്കിയ വെള്ളത്തിലേക്കാണ് കിട്ടാൽ പിന്നെ ഇതിലെന്താവും? ഇതിൽ ചാണകം ഉണ്ടാവും, മലം ഉണ്ടാവും. അയാളടുത്തുള്ളതും കൂടി എന്താവും? കുട്ടി ഇങ്ങോട്ട് കൂടും. അപ്പൊ സാലിനല്ലാതെ ഒരിക്കലും ഈ കുണ്ട കോരിത്തരാൻ കഴിയൂല. ചിലപ്പോൾ സാലിന്റെ കരുത്തനുസരിച്ച് സാലിന്റെ കാഴ്ച തന്നെ ഇയാൾ പോകും ചെയ്തേക്കാം. ആര്? പിശാചുക്കള്. മനസ്സിലായില്ലേ പറഞ്ഞു? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ചികിത്സിക്കുന്ന ആളുകള് സിഹറിന്റെ പരിഹാരം പറഞ്ഞത്, സാലിഹായ ആളെ കണ്ടല്ലാതെ സിഹറിനെ ചികിത്സിക്കാൻ പാടില്ല. അവരെ ചികിത്സ പൂർണ്ണമായി നിങ്ങൾക്ക് തിരിഞ്ഞോളണം എന്നൊന്നുമില്ല. ഗോപാലൻ ഡോക്ടറെ അടുത്ത് പോയാൽ അയാളിപ്പോ നമുക്ക് ഗുളിക തരും, അതിപ്പോ നമുക്ക് അറിഞ്ഞോളുന്നുണ്ടോ? പറയും മനുഷ്യന്മാരെ. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ അയാൾ കുറച്ച് ഗുളിക എഴുതുന്നു, അത് നമുക്കറിയോ? ഇല്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ട്, ഇയാൾക്കത് അറിയും, ചികിത്സ അറിയും. എന്നതുപോലെ ഒരു സാലിഹായ മനുഷ്യന്റെ അടുത്ത് പോയാൽ ആ ചികിത്സ നമുക്ക് അറിഞ്ഞോളണം എന്നൊന്നുമില്ല. പക്ഷെ ഇയാൾ ആരായാൽ മതി? സാലിയായ മതി. അയാളെ പിശാചിന്റെ ബന്ധമുള്ള ആളാണെങ്കിൽ അയാൾക്ക് സാലിയാകാൻ കഴിയില്ല. പിശാചിന്റെ ബന്ധമുള്ള ആളാണെങ്കിൽ അയാൾക്ക് സാലിയാകാൻ കഴിയില്ല. ജനങ്ങളെ മുന്നിൽ വരുത്തി തീർത്തോണ്ട് സാലിയാവൂല. സാലിയാവാന്നുള്ളതെങ്കിൽ സാലി തന്നെ ആവണം. പിശാചിന്റെ ബന്ധമുള്ള ഒരാൾക്ക് സാലിയാൻ കഴിയില്ല. അത് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് പൊട്ടും. എങ്ങനെ ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാ? ഒരാളാണ് ചെന്നാല്, ഒരു പെണ്ണാണ് ചെന്ന വാതിലാണ് അടച്ച് അയാൾ മന്ത്രിച്ചു എന്ന് വെക്കുക എങ്കിൽ അയാൾ എത്ര ഔലിയാണെങ്കിൽ അയാളടുത്ത് നിങ്ങൾ പോണ്ട. എന്തുകൊണ്ട്? അൽ ഖൽവത്തു മഅൽ മഅമ്റാത്തിൻ ഹറാമാണ്. ഒരു മനസ്സിലാണ് പറഞ്ഞത്, ഒരു പെണ്ണിനോട് കൂടെ ഖൽവത്തിലാകുക എന്നുള്ളത് എന്തെന്നെയാണ്? സാലിസുഹുമ ശൈത്താൻ. മൂന്നാമത്തെ ആൾ ആരാണ് അവിടെ? ശൈത്താനാണ്. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്, എത്ര താടി തൊപ്പറയുള്ള ആളാണെങ്കിലും പെണ്ണിനെ വാതിലടച്ച് മന്ത്രിക്കണോടത്തേക്ക് പോകണ്ട. അത് ഇസ്ലാമല്ല, അത് ശരീഅത്തല്ല.
പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പെണ്ണിനെ വാതിലടച്ച് മന്ത്രിച്ചോളുന്ന ആളടുത്തേക്ക് പോകണ്ട. അയാൾക്ക് താടിയല്ല, താടി ഉണ്ടായാലും പോണ്ട. അയാളെ മുട്ട വരെ നീളുന്ന താടി ഉണ്ടായാലും നിങ്ങൾക്ക് പോണ്ട. അയാളെ താടി അയാളെ സിത്രായിരിക്കും. അയാളെ കർത്തനിട്ടതാണ് ഈ താടി. മനസ്സിലായോ? ഇത്തരം വളരെ അതൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? അത് ശരീഅത്തിനെതിരാണ്. ഇവിടെ ചികിത്സിക്കലൊന്നല്ല ബാധ്യത, ശരീഅത്താണ് ബാധ്യത. ഒരാളെ ചികിത്സിക്കൽ നമുക്ക് നിർബന്ധമല്ല, ശരീഅത്ത് തീരുമാനിക്കുക അനുസരിച്ച് ജീവിക്കൽ എന്തുണ്ട്? ഏത് മോലിയർക്കും തങ്ങൾക്കും നിർബന്ധമാണ്. മോലിയരാണെങ്കിലും തങ്ങളാണെങ്കിലും വല്യങ്ങൾ എന്നുള്ള ആൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളോട് അള്ളാഹിന്റെ ദീനാണ് പ്രചരിപ്പിച്ചത്. ആ തങ്ങൾ പറഞ്ഞ വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ തങ്ങൾ പറഞ്ഞത് പിടിക്കലും ആ തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞ് വിരോധിക്കലും നിർബന്ധമാണ്. മനസ്സിലായോ പറഞ്ഞത്? എന്നാൽ മെഹറമായ ആളോട് കൂടെയോ ഭർത്താവിന്റെ കൂടെയോ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ ചികിത്സിച്ചാൽ അത് തെറ്റുമല്ല. ആ ചികിത്സ അവിടെ നിർബന്ധമാണ്. സാന്നിധ്യത്തിൽ ആരുണ്ട്? ഭർത്താവുണ്ട്, അല്ലെങ്കിൽ മെഹറമായ വേറെ പുരുഷനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് പെണ്ണിനെ ആണ് ചികിത്സിക്കാൻ പാടില്ല എന്നല്ല, അനിവാര്യ ഘട്ടത്തിൽ ആർക്ക് ചെയ്യാം, ആണിനെ ചികിത്സിക്കാം. പക്ഷെ അതിന്റെ ആദാബുകൾ പാലിക്കണം, ഭർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കണം. അതാരെയും അതിനെ ആശ്രയിക്കാൻ വേണ്ട, അതാരെയും വേണ്ട. അതിലൊന്നും കയറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദീനുണ്ട്, അതാണ് ഇവിടെ നിയമം. ഇപ്പൊ ഞാനുദാഹരണം ഗൈനക്ക് ഇത് ചെയ്യേണ്ടത് ആരാണ്? പെണ്ണാണ്. പെണ്ണിന്റെ ഗോപ്യമായ അവയവവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? പ്രസവവുമായി ബന്ധപ്പെട്ട സംഗതി. ഇന്നത് ആണുങ്ങൾ പഠിക്കണില്ലേ? പഠിക്കുന്നുണ്ട്, നല്ലതല്ല, ഹറാമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഗൈനക്ക് ആണുങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെ ഇന്ന് ഹറാമാണ്. നിങ്ങൾക്ക് പറയണത് എന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? പ്രസവം എടുക്കുക പോലത്തെ കാര്യങ്ങളുടെ ചികിത്സ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ പഠനം, ഇത് ആണുങ്ങൾ പഠിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട്? വമാ യുഫ്ളി ഇലൽ ഹറാമി ഹറാമുൻ. ഹറാമിലേക്ക് ചേർക്കുന്നതൊക്കെ എന്താവും? ഹറാമാവും. ഗൈനക്കോളജിസ്റ്റ് എന്താ ചെയ്യുക? പെണ്ണിന്റെ തുടക്കുറ്റി മുതൽ അവളുടെ അവയവങ്ങളിൽ കൈയിട്ട് നോക്കൽ ഇയാൾക്ക് നിർബന്ധമായിരിക്കും. നിങ്ങൾ ഇവിടെ ഞാൻ പറയണത് ഈ ജിന്നി ചികിത്സാരി മാത്രല്ല, ഡോക്ടർ കാര്യം അങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ ഗോപ്യമായ അവയവത്തിൽ തൊടാനുള്ള ബുദ്ധിശക്തി പെണ്ണിനുണ്ടല്ലോ. ആ ഫന്ന് ആര് പഠിച്ചാൽ മതി? പെണ്ണടിച്ചാൽ മതി. പെണ്ണിന്റെ വർഗപ്പെടല്ലേ? എന്നാ ഒരു പെണ്ണിന്റെ തലവേദനക്കും മറ്റു വയറുവേദനക്ക് മുട്ടുവേദനക്കൊക്കെ ആണിന് ചികിത്സിച്ചൂടെ? ചികിത്സിക്കാം. അത് ജനറൽ മെഡിസിൻ ആണ്, അത് സ്വാഭാവികമാണ്. മറ്റേത് ഉറപ്പാണ് എന്തുമ്മ തൊടേണ്ടി വരും. ഗൈനക്കോളജിസ്റ്റ് എവിടെ തൊടുക? കണ്ണിലോ മൂക്കിലോ? അല്ല, ഞാൻ പറഞ്ഞു കൊണ്ടുവരണത്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് വേണ്ടത് അള്ളാന്റെ ദീനാണോ അതല്ല നിങ്ങൾക്ക് നാട്ടുമര്യാദയാണോ കേൾക്കേണ്ടത്? അള്ളാന്റെ ദീനാണെങ്കിൽ ഞാൻ പറയാ, പുരുഷന്മാർ ഗൈനക്കോളജിസ്റ്റ് ആകലെ ഹറാമാണ്. കാരണം വമാ യുഫ്ളി ഇലൽ ഹറാമി ഹറാമുൻ. ഹറാമിലേക്ക് ചേർക്കണത് എന്താവും? ഹറാമാവും. എന്തുകൊണ്ട്? നിർബന്ധമായിട്ട് ഇയാൾക്കറിയാലോ ഇയാളെ പണി എന്തുമൽ തൊടും. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എന്നാൽ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ വയറ് തപ്പിയൊക്കെ തുടങ്ങും. ഇല്ലേ? തപ്പി നോക്കണ്ടേ? മാസം കൂടുന്നതിനനുസരിച്ച് അവർക്ക് വയറ് തപ്പി നോക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ ജിന്നി ചികിത്സ മാത്രല്ല, ഇതൊക്കെ ഹറാമാണ്. അത്തരം ഡോക്ടർക്ക് പോകൽ ഹറാമാണ്. ആ ഡോക്ടർ അത് പഠിക്കൽ ഹറാമാണ്. കാരണം എന്തുകൊണ്ട്? ഇതിൽ പുരുഷന്റെ ബന്ധം തന്നെയല്ല. ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായി പെണ്ണിന്റെ മറക്കപ്പെട്ട അവയവങ്ങളിലാണ് അവരെ പഠനം നടക്കുന്നത്, ചികിത്സയും. ഇതറിയുന്ന പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ നാട്ടിലുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്തരം ചികിത്സക്ക് ആരെയാണ് ആശ്രയിക്കേണ്ടത്? പെണ്ണിന്റെ ഗോപ്യമായ അവയവവുമായി ബന്ധപ്പെട്ടല്ലേ അത്. ആ അവയവങ്ങൾ തൊടാനും പിടിക്കാനും ഭർത്താവിനല്ലേ അധികാരമുള്ളൂ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യ ഭർത്താവുക്കളായി 10 കൊല്ലം ജീവിച്ചിട്ട് എന്റെ അവയവത്തിൽ നബി കണ്ടിട്ടില്ല, നബിയുടെ അവയവം ഞാനും കണ്ടിട്ടില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. കാണാൻ പറ്റൂലേ? പറ്റും, പക്ഷെ കണ്ടിട്ടില്ല. നബിയുടെ അവയവം ഞാൻ കണ്ടിട്ടില്ല. ഒരു പുരുഷൻ എന്ന നിലയിൽ പുരുഷന്റെ അവയവല്ലേ, അത് ഞാൻ കണ്ടിട്ടില്ല. പെണ്ണെന്ന നിലയിൽ എന്റെ ലൈംഗിക അവയവം ആരും കണ്ടിട്ടില്ല, നബി കണ്ടിട്ടില്ല. എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ
റളിയല്ലാഹു അൻഹ. നിങ്ങൾ എന്താ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്നതുപോലെ വാതിലണ്ടടക്ക ഒരു ജിന്നിന്റെ ഒരു ചികിത്സാന്റെ അടുത്താണ് ചെല്ലുക. ശൈത്താൻ കൂടി അപ്പൊ വേഗം അവര് എന്റെ ഭർത്താവിനെ പുറത്ത് നിർത്തി, അല്ലെങ്കിൽ ആങ്ങളെ കുട്ടിയെ പുറത്ത് നിർത്തി ഉള്ളിൽ കയറി അവര് ഇത് ഹറാമാണ്, ആ ആള് സ്വാലിഹ് അല്ല, അയാൾക്ക് താടിയുണ്ട്, താടിയല്ല തൊപ്പ ഉണ്ടായാലും അന്തല്ല പറയുമ്പോ അതില് ബോബന മോഡയിൽ ഒരു ഫലിത ഉണ്ടായിരുന്നു. കുട്ടികൾ ബസ്സിന് കല്ലെറിഞ്ഞപ്പോ പോലീസ് പിടിച്ചു. അപ്പോ അച്ഛനും അമ്മയും വന്ന് ചോദിച്ച് പോലീസ് സ്റ്റേഷനിൽ, മക്കളെ എന്തിനാ ഞങ്ങളെ പോലീസ് പിടിച്ചത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ സമാധാനപരമായി ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാരണമില്ലാതെ ഞങ്ങൾ പോലീസ് പിടിച്ചത് എന്ന് പറഞ്ഞ മാതിരിയാണ്. അതാണ് അവിടെ വർത്താനം. എന്തിനാ മക്കളെ നിങ്ങളെ പോലീസ് പിടിച്ചെന്ന് ചോദിച്ചപ്പോ കുട്ടികൾ പറഞ്ഞ് ബോബനും മോളിയും അച്ഛനോട് പറയാണ്, എന്ത്, ഞങ്ങൾ സമാധാനപരമായി ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണമില്ലാതെയാണ് ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയും പോലെയാണ്. ഈ മോലേരിക്കാലം വരെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അയാളെ കൊണ്ട് ഒരു പെണ്ണിന് ഉപദ്രവം ഉണ്ടായിട്ടില്ല കാര്യമല്ല, തന്നെ ഉപദ്രവം. എന്ത്? പെണ്ണിനെയും കൊണ്ട് വാതിലടക്കാന്നുള്ള തന്നെയാണ് എന്ത് പറ, അതന്നെ ഉപദ്രവം. അത് അള്ളാന്റെ ദീനിൽ പറ്റൂല, മുത്തുനബി കൊണ്ടുവന്ന ദീനിൽ അത് പറ്റൂല, മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന ദീനിൽ അങ്ങനത്തെ പരിപാടി ഇല്ല. ഇനി എന്താ കേൾക്കണ്? അപ്പൊ സാലിഹാണ് എന്ന് ഉറപ്പുള്ള, മനസ്സിലായോ, അത്തരം ആളുകളുടെ അടുത്തേക്കല്ലാതെ ചികിത്സക്ക് പോകാൻ പാടില്ല. അതിലത് പരിഹരിക്കുകയും ഇല്ല, ഒരിക്കലും പരിഹരിക്കൂല, ഒരിക്കലും പരിഹരിക്കൂല. പരിഹരിക്കുന്ന നിങ്ങൾക്ക് വെറുതെ തോന്നുക, പരിഹരിക്കൂല. ശൈത്താൻ ചിലപ്പോൾ താൽക്കാലമായി അടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ശൈത്താനും ഇയാൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇയാൾ ശൈത്താനും മറ്റേ ശൈത്താനും തമ്മിൽ, അതായത് ഇയാളെ കയ്യിലൊരു ശൈത്താനുണ്ട്, ഇയാളെ കയ്യിലൊരു ശൈത്താനുണ്ട്. ആരെ കയ്യില്? ഈ മന്ത്രിക്കുന്ന ആളെ കയ്യിലൊരു ശൈത്താനുണ്ട്, അല്ലെങ്കിൽ ഈ പണിയെടുത്ത് കൊടുക്കുന്ന ആളെ കയ്യിൽ, മന്ത്രിക്കയോ മുട്ടമ്മൽ എഴുതി കൊടുക്കുക, എന്തോ അൻ എക്സാമ്പിൾ, മനസ്സിലായില്ലേ? അതൊക്കെ നല്ല കാര്യം തന്നെ കേട്ടോ. മന്ത്രിക്കൽ നല്ല കാര്യമാണ്, മുട്ടമ്മൽ എഴുതിയിട്ട് അടുപ്പിലിടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ ഒക്കെ ചില വകുപ്പുകൾ ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ദീനിലുള്ള തന്നെയാണ്. മുട്ടമ്മലോ തേങ്ങമലോ ഒക്കെ സൗകര്യം പോലെ ഇടാ, അതിലൊന്നും എന്തില്ല, അതൊന്നും തെറ്റില്ല, അതിലൊന്നും തെറ്റില്ല. മുട്ടമ്മൽ എഴുതൽ തെറ്റാന്നൊന്നും ഞാൻ പറയില്ല, അതൊന്നും തെറ്റല്ല, അതൊക്കെ ദീനിന്റെ ഭാഗങ്ങൾ തന്നെ. അതൊക്കെ ഒരു ഇലാജാണ്, അതൊക്കെ ഒരു ചികിത്സയാണ്. പക്ഷെ അത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം? ചെയ്യേണ്ട ആൾ ചെയ്യണം, സോൾവ് ചെയ്യണം. ഇല്ലെങ്കിൽ തൽക്കാലം അടങ്ങും ചെയ്യാം. അപ്പൊ തന്നെ ഈ ശൈത്താനോട് മറ്റേ ശൈത്താൻ പറയും, ഇജ്ജ് തൽക്കാലം ഒന്നുകൊണ്ട് അടങ്ങിക്കളാം. ആരോട് പറയും? ഇയാളെ ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയും. അപ്പോ അടങ്ങും. അടങ്ങിനോട് കൂടെ വലിയൊരു ഗുണം ഉണ്ടാവും. എന്താണെന്നറിയോ? ഈ പെണ്ണിന് ഇയാളെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ 2 ആഴ്ച സോക്കടൊന്നും ഉണ്ടായില്ല. അപ്പൊ ജനങ്ങൾ അവിടെ വിചാരിക്കും എന്താണ്, ഭയങ്കര ഫലാണ്. ഈ ഫലം എന്നുള്ളത് ഇയാളിലേക്ക് എമ്പാടും ആളുണ്ടാക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് താൽക്കാലിക അടക്കായിരിക്കും. അതിനേക്കാൾ വലിയ ഉപദ്രവം ഇപ്പുറത്തുനിന്ന് വരും. ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരത്തിൽ കോട്ടുവായ വരുന്നത് വരെ വരുന്നത് ശൈത്താന്റെ ബന്ധാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മടിയോടെ ചെയ്യാൻ പാടുന്നതല്ല. നശാത്തിൽ, ഉന്മേഷത്തിൽ കോട്ടുവായ വരൂല്ലല്ലോ. മനസ്സിലായില്ല? നിസ്കാരം എന്നുള്ളത് എന്തല്ല, ഉന്മേഷത്തിൽ ചെയ്യുന്ന സംഗതിയാണല്ലേ എന്ത് നിസ്കാരം. മിഅ്റാജ് അല്ലേ? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് എന്ത്? മിഅ്റാജോ മേലക്ക് കയറാണ്, അള്ളാഹ് മേലക്ക് പിടിക്കാണ്, അവൻ മേലക്ക് കയറാണ്. അതാണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തിൽ ഒരിക്കലും ഒരു മനുഷ്യന് കോട്ടുവായ വരാൻ പാടില്ല. അങ്ങനെ കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ അതിനൊരു മൂസിറുണ്ട്, അതിനൊരു ഉണ്ടാക്കുന്ന ആളുണ്ട്. അയാൾ ആരാണ്? ശൈത്താൻ. വരുമ്പോ വളരെ പേടിക്കണം. കോട്ടുവായ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ആരാണ്? പറ, ശൈത്താനാണ്. പിശാചിന്റെ സ്പർശം അവിടെ ഉണ്ടാവും. ഓനെ നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടല്ല നിങ്ങൾ ഈ പണിയിൽ തിരിഞ്ഞിട്ടില്ല, നിങ്ങളെ എന്നാ തൽക്കാലം ഉറങ്ങും ചെയ്യും. പക്ഷെ അവന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അവന്റെ പണി കോട്ടുവായ ഉണ്ടാക്കലൊന്നും അല്ല. അവന്റെ പണി എന്തല്ല, അവന്റെ പണി കോട്ടുവായ ഉണ്ടാക്കലല്ല. പക്ഷെ അവന്റെ ആ പണി കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവൻ അതൊന്നും അല്ല, അവൻ ഭയങ്കര പണിയെടുക്കുന്നുണ്ടാവും. കമ്പനിയുടെ ഒരു ഇരുമ്പ് കമ്പനി, ഉദാഹരണം പറയാം, നമ്മളെ സ്റ്റീൽ കോംപ്ലക്സ്, അതിലെ പോകുമ്പോൾ മൂളക്കം കേട്ട് നോക്കുക. അതിന്റെ മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു മൂളക്കം കേട്ട്, എന്ത് മൂളക്കം ഉണ്ട് എവിടുന്ന്? സ്റ്റീൽ കോംപ്ലക്സ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശരി. അപ്പോ അതിന്റെ മയനെന്താ? മൂളലാണോ സ്റ്റീൽ കോംപ്ലക്സിന്റെ പണി?
ഞാനിവിടെ അവനോട് ഇറങ്ങിച്ചാണ്ട് തന്നാൽ കേൾക്കണ്ടേ? പറഞ്ഞ മൂളലാണോ സ്റ്റീൽ കോംപ്ലക്സിന്റെ പണി? അല്ല. ഈ മൂളൽ കൊണ്ട് എന്ത് മനസ്സിലായി? അവിടെ പണി നടക്കണുണ്ട്. പണി വേറെയാണ്, കോട്ടുവായ പണിയല്ല. ഓൻ അവിടെ ഉണ്ട് എന്നുള്ളതിനുള്ള അടയാളാണ്, സാന്നിധ്യമുണ്ട്, ഓനെ പണി നടക്കണുണ്ട്. മില്ലിൽ ഇപ്പൊ പൊടിക്കലും ഇടിക്കലും നടന്നപ്പോൾ കടകട 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 കടാന്ന് ഒച്ച കേട്ട് കടകട കടകടാന്ന് ഒച്ച ഉണ്ടാക്കലാണോ മില്ലിന്റെ പണി? പറയും മനുഷ്യന്മാരെ, കടകട കടാന്ന് ഒച്ച ഉണ്ടാക്കലാണോ മില്ലിന്റെ പണി? അല്ല, മില്ലിന്റെ പണി അരി പൊടിച്ചു കൊടുക്കലാണ്. പക്ഷേ പിന്നെ കടകടയോ? കടകട എന്നുള്ളത് അരി പൊടിക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്, അടയാളാണ്. നിസ്കാരത്തിൽ കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ, ദിക്ർ ചെല്ലാൻ കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ, ഖുർആൻ ഓടാൻ ഇരുന്നാൽ കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഉള്ളിൽ ആരുണ്ട്, മറ്റേ ആള് പണി നടത്തുന്നുണ്ട്. ഇതല്ല പണി, വേറെ പണി അവിടെ നടക്കുന്നുണ്ട്. മരുന്ന് പറയാ, മരുന്ന് നന്നാവുക തന്നെ. പറഞ്ഞുതരാം ആചാര്യ, ഞങ്ങൾക്ക് പറഞ്ഞുതരാം ആചാര്യ. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറെ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായ പരിഹാരം എന്താണെന്നറിയോ? സാലിഹീങ്ങളായ ആളുകൾ അടുത്ത് പോയിരിക്കുക, അവിടെ വരാൻ ശൈത്താന് കഴിയുകയില്ല. ഇന്നുണ്ട് സാലിഹീങ്ങൾ ഇന്നുണ്ട്. അപ്പൊ പരിഹാരം പറയും, മജലിസ് പങ്കെടുക്കാൻ പറയും. അതും അതിൽ പെടും. സാലിഹ് മക്ബറയിൽ പോയിരിക്കുക, അതൊക്കെ പെടും. ഹയ്യനായ സാലിഹ്യങ്ങൾ തന്നെ ഉണ്ട്. മയ്യത്തായ സാലിഹിനേക്കാൾ ദർജയാണ് ആർക്ക്? ഓൻ കടന്നുറങ്ങല്ലേ അവിടെ. മരിച്ചുപോയ സാലിഹിനേക്കാൾ ദർജയാണ് എന്തിന്? ഓലിപ്പോ ഓൺ ഡ്യൂട്ടി അല്ലേ, മറ്റൊരു ഓൺ റെസ്റ്റ് അല്ലേ. ഒരു നല്ലവരല്ല എന്നല്ല, മക്ബറയിലുള്ള ആളുകളും മഹാന്മാര് തന്നെ. മനസ്സിലായോ പറഞ്ഞത്? അവിടെ പോകുകയും ചെയ്യുക, അതിന് വലിയ കയറുണ്ട്. പക്ഷെ ഓൺ റെസ്റ്റ് ആണത്, ഇത് ഓൺ ഡ്യൂട്ടിയാണ്. അവിടെ റെസ്റ്റിലും പണി നടക്കും, അത് വേറെ വർത്താനടങ്ങി വൈമ പുറകെ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാലും എന്തെന്നറിയോ, കണ്യത്ത് ഉസ്താദ് പിന്നെ എന്താ പറയാ, കണ്യത്ത് ഉസ്താദ് സിയാറത്തിന് പോയി ഇവിടെ നാവൂർക്ക്. അങ്ങനെ നാവൂര് സിയാർത്ത് ചെയ്ത് ചെല്ലുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഒരുപോലെ ഇരിക്കുക നടക്കുക അതൊക്കെ ഇങ്ങനെ കണ്ട്. അപ്പൊ മൂപ്പർക്ക് ചൂടായി. അപ്പോൾ മൂപ്പര് മക്ബറി പോയി പറഞ്ഞു, നിങ്ങൾ പത്ര വലിയ ആളായിട്ട് ഇവിടെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും പോയി ഇങ്ങനെ ഒരുപോലെ നടന്നാൽ പറ്റും, എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ശരിയാകുക? അങ്ങനെ പിന്നെ മൂപ്പർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിയത്തിനൊരു ക്ഷീണം വന്നപ്പോൾ അപ്പുറത്ത് ചെരുവ് കിടന്ന് ഉറങ്ങത്തിൽ സ്വപ്നം കണ്ട്. സ്വപ്നത്തിൽ ആര് വന്ന്? മൂപ്പര് വന്ന്. ആര്? ആ ഒരു പാപ്പ വന്നിട്ട് പറഞ്ഞ്, ആരോഗ്യത്തോടു കൂടെ നടക്കണ അനക്ക് പല ശരിയാക്കാൻ കഴിയുന്നില്ല, പിന്നെ കടന്നുറങ്ങണ എനിക്ക് എന്റെ പണിയെടുത്തോ എന്ന് സ്വപ്നം കണ്ട്. അവിടെ പെണ്ണിനെ ആണിനെ വേർതിരിച്ചാൽ ഇന്റെ പണിയല്ല, അത് എന്നെ പോലത്തെ മൂല്യന്മാരെ പണിയാണ്. നിന്റെ പണി ഇന്റെ കാലത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, എന്റെ പണി ഇച്ചെടുത്തണ എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ വർത്താനാ. അതൊക്കെ വലിയ വാക്കാ. ഒക്കെ സാലിഹ്യങ്ങളെ പണി തന്നെ വർത്താനം തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അറിയാം? സാലിഹ്യങ്ങൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം. പിശാചിന് സാലിഹിന്റെ അടുത്ത് ക്ഷമിക്കാൻ കഴിയൂല. അവരെ മജ്ലിസിൽ ഇരുന്നാൽ തന്നെ പിശാചിന് സ്വാഭാവികമായും അയഞ്ഞവും, പിന്നെ വല്ലാതെ പിടുത്തം പിടിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. 1000 കൊല്ലം സുജൂദിൽ തലകുത്തി കിടക്കുന്നതിനേക്കാൾ നല്ലത് 1 സെക്കൻഡിൽ ആരെ കാണലാണ്? 2 1000 കൊല്ലം സുജൂദിൽ തലകുത്തി കിടക്കുന്നതിനേക്കാൾ നല്ലത് 1 സെക്കൻഡിൽ ഒരു സ്വഹാബിയെ കാണലാണ്. കാരണം അവരാരെ കണ്ടിട്ടുണ്ട്? റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. എന്തേ പറഞ്ഞ്? 1000 കൊല്ലം. എന്താ നിങ്ങൾ നോക്കിയിരിക്കണേ? എന്താ പറഞ്ഞ്? 1000 കൊല്ലം സുജൂദിൽ തലകുത്തി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വഹാബിയെ കാണാതാണ്. കാരണം അവരാരെ കണ്ടിട്ടുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് തന്നെ. അപ്പൊ എന്ത് കാര്യത്തിന് ഒരു പരിഹാരം? ഇപ്പൊ ഞാൻ മൂപ്പര് വെച്ചതിന് പരിഹാരം പറഞ്ഞത്. ഇതിനെന്താ പരിഹാരം? പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ സാലിന്റെ സാന്നിധ്യം തന്നെ ചികിത്സ. സാലിയായ മനുഷ്യന്റെ സാന്നിധ്യം, അയാളുടെ അടുത്തേക്ക് നമ്മൾ പോവുക. അയാളുടെ അടുത്തേക്ക് പോകാൻ ശൈത്താൻ സമ്മതിക്കൂല. അയാളുടെ അടുത്ത് പോകാൻ ശൈത്താൻ സമ്മതിക്കൂല. സാലിയായ മനുഷ്യന്റെ സാന്നിധ്യം തന്നെ ഒരു ചികിത്സയാണ്. അപ്പൊ ഞാനിവിടെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഒരിക്കലും സാലിഹായ ഒരാളെ കൊണ്ടല്ലാതെ ഇത്തരം ശൈത്താനിയായ രോഗത്തെ ചികിത്സിക്കാൻ പാടില്ല.
അവർക്ക് അവരുടേതായ ചില അമലുകൾ ഉണ്ടാവും. ആ അമലുകൾ അതിന്റെ അടിസ്ഥാനങ്ങൾ നോക്കേണ്ടതില്ല. ഉദാഹരണം പറയാം, പാണക്കാട് എന്നപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു കടലാസ് മുറിച്ച് 4 വരയും വരച്ച് അതവിടെ കൊണ്ടുപോയി പെട്ടിയിലെ ചളിയാറ് അത് നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഒരു സുലഹാക്കള തറവാടാണത്, സ്വാലിങ്ങൾ തറവാടാണ്. വലിയ വലിയ മഹാന്മാർ ആ തറവാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അവരെ വല്യപ്പ മുത്തുനബിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ആ തറവാട് ഇന്ന് വരെ സ്വാലിങ്ങൾ തറവാടാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവരെ ചികിത്സ അങ്ങനെ തന്നെ നമുക്ക് അറിഞ്ഞോളണമെന്നൊന്നുമില്ല. അത് നമുക്ക് അറിയേണ്ട ആവശ്യമല്ല. നമ്മൾക്ക് അവർ സ്വാലിയാന്ന് അറിഞ്ഞാൽ മതി. അവർക്ക് അവരെ ആഭാവ വഴി കിട്ടിയ ചികിത്സയാണത്. 4 കള്ളി വരച്ച് 1-ൽ 1 ഇട്ട് 2-ൽ 2 ഇട്ട് 3-ൽ 3 എന്തോ 4 അക്കം ഇട്ട്. ഈ അക്കം ചിലപ്പോൾ ആയത്തിന്റെ അമലായിരിക്കും. ഉദാഹരണം 786 എന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അബ്ജദി കണക്കാണ്. ഒരിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ കഴിയുന്നില്ല. അതിന് അതിൻ്റെതായ വിഷയം അവിടെ ഉണ്ട്. അപ്പൊ ഒരാൾ എന്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം എന്തിട്ട് ആ ഈ 786 ഇട്ടാൽ ബിസ്മിയിലേക്ക് ഒരു ഇഷാറത്താണത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നതുപോലെ 4 കള്ളി വെച്ച് എന്തോ അതൊക്കെ അവരെ ബാപ്പ വല്യാപ്പമാരായി കിട്ടുന്ന ചില ആയാത്തിന്റെയും അദ്കാറിന്റെയും കോഡുകളായിരിക്കും ഇത്. നമുക്കതിനെ പറ്റി അറിയൂല. അതുകൊണ്ട് വെച്ചാൽ ഫലം ഉണ്ടാവും. ഇവരിന്ന് നമുക്ക് വാങ്ങാം. കാരണം ഇവരാരാണ്? പറയൂട്ടി ഇവരാരാണ്? സ്വാലിങ്ങളാണ്. ചില ശൈത്താൻ ഇങ്ങളാണ് ഓതിയതോട് പോകൂല. പറഞ്ഞേക്കണ ആളെ എന്ത് ചെയ്യണം? പറഞ്ഞ എന്തേ ജിബിരിയിൽ വന്നത്? ജിബിരിയിലേക്കാൾ വലിയ ആളല്ലടോ മുഹമ്മദ് നബി. എന്തിനെ വിചാരിച്ച്? ജിബിരിയിലേക്കാൾ വലിയ ആളല്ലട കുട്ടി മുഹമ്മദ് നബി. അല്ല, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കളാ. മുഹമ്മദ് നബിയേക്കാൾ വലിയൊരാൾ അള്ളാഹിന് സൃഷ്ടിയിലില്ല. സയ്യിദുൽ ഖൽഖാണ് മുഹമ്മദ്. ഒരു ജിബിരിയിലും അല്ല, ഒരു മീക്കായിലും ഇല്ല. ആരുടെ മേലെ? അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്. പക്ഷേ സിഹ്ർ ബാധിച്ചപ്പോ ആര് വന്നു? ജിബിരിയിൽ വന്നു അലൈഹിസ്സലാം. എന്നിട്ട് ഓതി തലയിൽ മന്ത്രിച്ച്. അപ്പോൾ ഷഫാനി റബ്ബി. മൊല്ലാക്കാണ് മോലിയർക്ക് ചികിത്സിക്കണത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? എന്താ നിങ്ങൾ ഉറങ്ങണത്? മൊല്ലാക്കയാണ് ആർക്ക് ചികിത്സിച്ചത്? ഉദാഹരണമാണ്. അല്ലാതെ ജിബിരിയിലെ മൊല്ലാക്കെന്ന് ഇയാൾ പറഞ്ഞുണ്ടാക്കിയ നാളെ പുതിയ ക്ലിപ്പിംഗ് നോക്കണ്ട. ഉദാഹരണം, അല്ലാഹു തആല 2 സൂറത്തും കൊണ്ട് പറഞ്ഞേച്ചു. ആരെ? സയ്യിദുനാ ജിബ്രീലിനെ. അതിന് ഓതിയാൽ മന്ത്രിച്ചു. ബിസ്മില്ലാഹി അർഖീക, ഞങ്ങൾക്ക് മന്ത്രിച്ചു തരാം. ആര് പറഞ്ഞ്? ജിബ്രീൽ പറഞ്ഞ്. മൊല്ലാക്കാണ് മോലിയരെ മന്ത്രിച്ചത്. അപ്പോൾ ഷഫാനി റബ്ബി. മൊല്ലാക്കി സ്വാലിയാണ്, മോലിയർ സ്വാലിയാണ്. പക്ഷെ മോലിയർക്ക് ബാധിച്ചാൽ മോലിയർ ഒറ്റ കൂടിയാ പോരാ, വേറൊരാളെ കൊണ്ട് ഓദിപ്പിക്കണം എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ വേറൊരാളെടുത്ത് പോകാതെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇല്ല. പരിഹരിക്കുകയാണെങ്കിൽ ഇതൊരു ശറാണ്. ഇതൊരു ശറാല്ലേ? ഇതിലൊരു ശരിയാത്ത നിയമമുണ്ട്. ഏതില്? ജിബ്രീൽ അവിടെ വന്നോടത്ത് എന്തുണ്ട്? ഒന്ന് ഉറങ്ങാതെ പറ. ജിബ്രീൽ അവിടെ വന്നിടത്ത് എന്തുണ്ട്? ഒരു ശരിയാത്ത നിയമല്ലേ? എന്താ ശരിയാത്ത നിയമം? ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം ചെയ്യല്ല വേണ്ടത്, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ചെയ്തത് ആരായാലും വേണ്ടില്ല, ചെയ്തു കൊടുത്തത് ആരായാലും വേണ്ടില്ല. ആരായാ മതി, സ്വാലിയാ മതി. വലിയതോ കീർത്തിപ്പെട്ടൊന്നും നോക്കണ്ട, സ്വാലിയാ മതി. റബ്ബിൽ ഫലഖ് കൊണ്ടും റബ്ബിൻ നാസ് കൊണ്ടും വന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ബിസ്മില്ലാഹി അർഖീക ആണ് മന്ത്രിച്ചു. ഇതാണ് ഓരിട്ടാണ് മന്ത്രിച്ചു. ഷഫാനി റബ്ബി, ഷഫാനി റബ്ബി. അപ്പോൾ എന്റെ റബ്ബ് ഷിഫ തന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് തിരിച്ചടിക്കണ്ടേ നബി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബ് ഷിഫ തന്നു, നീ തിരിച്ചടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഞാൻ ജനങ്ങളിൽ ഫിത്ന ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് സീർ ചെയ്തോലും ഞാൻ ഓലും അള്ളി നമ്മൾ നോക്കിക്കോട്ടെ, ഞാൻ ഇതിന് ഇടപെടുന്നില്ല. അതൊരു ശറ, അടുത്ത ശറാണ്. നമ്മൾ തന്ന് നേരെ തിരിച്ചങ്ങോട്ട് അയക്കണ്ട. ചെയ്തു. ലബീദ് ബിൻ ആസം എന്ന ജൂതനാണ് ചെയ്തത്. ലഅനത്തുല്ലാഹി അലൈഹി. മുസ്തഫ റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തത് ആരാ? ഈ ജൂതനാണ്. തിരിച്ചങ്ങോട്ട് അയച്ചുകൂടെ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞില്ല, നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ ആ കുളത്തിനെ ഒരു കുളത്തിന്റെ അടിയിൽ കൊണ്ടുവച്ചു. ആ കുളം മണ്ണിട്ട് മൂടാൻ നബി കൽപ്പിച്ചു. അത് മണ്ണിട്ടാണ് ഓടിക്കളഞ്ഞു. ആ സാധനം ഇനി പുറത്തേക്ക് വേണ്ട, മണ്ണിട്ട് ഓടിക്കൊള്ളുന്ന റസൂലുള്ളാഹി കൽപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ശിഫയു നൽകി. ഞാൻ ആചാര്യ ചോദിച്ചതിന് മറുപടിയാ പറഞ്ഞത്. നമ്മൾ എത്ര വലിയവരാണെങ്കിലും നമ്മൾ സ്വയം ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കുക ഇല്ല. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ ഈ ചികിത്സ പെട്ടെന്ന് ഫലിക്കാൻ ആക്കം കൂട്ടും. പക്ഷെ അവിടെ നമ്മൾ വളരെ കഷ്ടപ്പെടേണ്ടി വരും. എന്താ കഷ്ടപ്പെടാം? എതിർ ദിശയിലേക്ക് പാഞ്ഞാൽ മാത്രമേ സിഹർ ബാത്തിലാവുള്ളൂ.
അള്ളാന്റെ മാർഗത്തിൽ സ്വലാഹിയത്തിനും ഖൈറിനും ഇബാദത്തിനും വളരെ തളർച്ച ഉണ്ടാക്കും മസ്ഹൂറായ ആൾക്ക്. ആരാണ് ഇതിന്റെ പിന്നിൽ? ശൈത്താൻ. ഇജാബത്തുള്ള ദിവസം ദുആ ചെയ്യാൻ പോലും ശൈത്താൻ സമ്മതിക്കൂല. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സിഹ്ർ ബാധിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, ശനിയാഴ്ച രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ മടിയില്ല, ഞായറാഴ്ച രാത്രി മടിയില്ല, വ്യാഴാഴ്ച രാത്രി മടിയാകുകയാണ്, കാരണം വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാത്രി സാത്തുൽ ഇജാബത്ത് ഉണ്ട്. അപ്പൊ ഇപ്പൊ കള്ളനാണ് ഉള്ളിലുള്ള ആള്. ആര്? ശൈത്താൻ വലിയ കള്ളനാണ്. ഇന്ന് ഇയാൾ ദ്വാരക്കാൻ പാടില്ല. ഇയാൾ എന്നോട് പറഞ്ഞു, ഞാന് രാത്രി ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് പകല് ഞാൻ കുറച്ച് കിടന്നുറങ്ങി. എന്നിട്ട് അന്ന് ഞാൻ വിചാരിച്ചു ഒന്നില്ല, ശരിക്കും ഉറങ്ങി ഞാൻ പകല്. അന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഞാൻ എന്തുണ്ടാവില്ല, വല്ലാതെ ഉറക്കം ഉണ്ടാവില്ല, കുറച്ച് ദിക്റും കുറച്ച് അമലൊക്കെ ചെയ്തിട്ട് പണിയെടുക്കാം. പക്ഷെ കഴിഞ്ഞില്ല. ഈശ വന്ന കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ അല്ലാത്ത ഉറക്കം അന്ന്. ആരാ അതിന്റെ പിന്നില്? ശൈത്താന്. ഈ മർമ്മം അറിയുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പൊ ചില സ്ഥലത്ത് പിടിച്ചാലേ മർമ്മം, ചില സ്ഥലത്ത് പിടിച്ചാൽ നിങ്ങൾ ചിരിക്കും, ചില സ്ഥലത്ത് പിടിച്ചാൽ നിങ്ങൾ കരയും, ചില സ്ഥലത്ത് പിടിച്ചാൽ എന്താവും? ഉറക്കം വരും, ചില സ്ഥലത്ത് പിടിച്ചാൽ ഉന്മേഷം വരും, ചിലരുടെ സാന്നിധ്യത്തിൽ തളർച്ച ഉണ്ടാവും, ചിലരുടെ സാന്നിധ്യത്തിൽ സന്തോഷം ഉണ്ടാവും. മനസ്സിലായി പറഞ്ഞത്? ഇത് മർമ്മ ആർക്കറിയും? ഈ ശൈത്താൻ അറിയും. ഓനോട് പിടിക്കുന്നുണ്ടാവും. ആരോഗ്യ ദൃഢഗാത്രനായ യുവാവ് ആരോഗ്യ ദൃഢഗാത്രയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഹറാമിലേക്ക് ഒന്നും പോകാത്ത ആളാണ്. എന്നാൽ ഭാര്യയുമായി ആദ്യ രാത്രിയിൽ സന്ധിക്കുന്ന ദിവസം സമ്പൂർണമായ തളർച്ച ഇയാൾക്ക് വന്നു. എന്താ സംഭവിച്ചത്? ശൈത്താൻ മർമ്മത്തെ പിടിച്ചു. അതൊക്കെ ഉണ്ടാവും. അവന് മർമ്മറിയും. എന്താണ് ഇതിന്റെ പിന്നിൽ? ശൈത്താൻ. അല്ലാത്ത നേരത്തെ ഇയാൾക്ക് വല്ലാത്ത കാര്യങ്ങളിൽ ബോധം ഉണ്ടാവും, വല്ലാത്ത താല്പര്യങ്ങൾ ഉണ്ടാവും. ചില വിഷയങ്ങളിലൊക്കെ അയാൾക്ക് വലിയ താല്പര്യമായിരിക്കും. നേരെ മറിച്ചോ സമീപിക്കോ ഇയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്റെ മർമ്മത്തിൽ പിടിച്ചോ, ആരാ പിടിച്ചത്, എവിടെ പിടിച്ചാൽ അറിയൂല. പക്ഷെ ഇയാൾക്കൊരു ഒരു ഗുണവും ഫലവും ഉണ്ടാവുന്നില്ല. ആരാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ശൈത്താന് മർമ്മറിയും. മർമ്മറിഞ്ഞിട്ടാണല്ലോ ഓനെന്ന് പറഞ്ഞേച്ചത്. അപ്പൊ ഇതിന്റെ തിരിച്ചുള്ള ആളങ്ങോട്ട് പറഞ്ഞ് വിട്ട് മുത്തുനബിക്ക് അങ്ങനെ വന്നില്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ഉദ്ദേശിച്ച റസൂലുള്ള വരും. പക്ഷെ പിന്നെ റസൂലുള്ളാഹി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിന്റെ അടുത്ത് എത്തുമ്പോ റസൂലുള്ളാഹിക്ക് തോന്നുക, വേണ്ട, എനിക്ക് ഒരു സ്വാഭാവികമായ തളർച്ച, ശാരീരികമായ. ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായ പറഞ്ഞത്? സ്വാഭാവികമായ തളർച്ച, ഒരു തളർച്ച. ഇതെന്താണ്? സിഹറാണ് അതിന്റെ പിന്നില്. സാധാരണയായി ഉണ്ടാവും. ഈ കാര്യം ഭയങ്കര പ്രശ്നമാണ്. മാത്രമല്ല ഇണകൾക്കിടയിൽ വിട്ടുപിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായി എന്തുണ്ടായത്? സിഹർ ഉണ്ടായിട്ടുള്ളത് തന്നെ. ഇനി അതൊന്നുമല്ല, ഞാൻ പുതിയ പരിപാടി അങ്ങനെ മൊബൈലേരി ശൈത്താന്റെ സാന്നിധ്യം ഈ പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യും? വാട്സപ്പിൽ കളിപ്പിക്കും. ശൈത്താനെ ഈ പെണ്ണിനെ കൊണ്ട് വാട്സപ്പിൽ കളിപ്പിക്കും. വേറുള്ള ആണുങ്ങളുമായി ചാറ്റ് ചെയ്യിപ്പിക്കും. ആര്? ശൈത്താന്. ഇത് മറ്റോന്റെ കണ്ണിൽ പെടുത്തും. ആര്? അതും ശൈത്താന്. മൂന്നാം ദിവസം നമ്മൾ വിട്ടുപിരിയും. ആരാ ഇതിന്റെ പിന്നിൽ? ശൈത്താന്. ഇത് ശൈത്താന്റെ പകരമാണ്. പരമാവധി പെണ്ണുങ്ങൾ ഇത് ഒഴിവാക്കാനല്ലത്. നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ വാട്സപ്പിന്റെ ഒക്കെ പിന്നെ ഒഴിവാക്കലാണ് നല്ലത്. വയറിൽ കേൾക്കാനാണ്. വയറിൽ കേൾക്കണ്ട, വയറിൽ കേൾക്കണ്ട. വയറിലെന്തിനാ കേൾക്കണത്? വയറിൽ എന്തിനാണ് കേൾക്കുന്നത്? എന്തിനാണ് നന്നാവൂല? എന്ത് വർത്താനാണ് ഈ പറയുന്നത്? വയറിലൊന്നും കേട്ടിട്ട് നന്നാവൂല. അതിൻ്റെതായ കണക്കിൽ കേട്ടാ മതി. അതിൻ്റെതായ ശൈലി ഉണ്ട്, അതിൽ കേട്ടാ മതി. പക്ഷെ മനസ്സിലാവും, നിയന്ത്രിക്കാൻ ഇവന് കഴിയില്ല, ഈ പെണ്ണിന് കഴിയില്ല. മനസ്സിലായോ? മാത്രമല്ല, പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എന്താണെന്നറിയോ? അവള് പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവരെ കയ്യിൽ ഒരു മയലാനുണ്ട്, ഒരു ചാഞ്ചാട്ടം. ഏതൊന്നിലേക്കും. പഴത്തിന്റെ പ്രശ്നം എടുത്തിട്ടതാരാ? ഹവ്വ ബീവി. നമ്മളിവിടെ എത്താൻ കാരണക്കാരത്തിന് പെണ്ണാണ്. മനസ്സിലായില്ല? നമ്മൾ വലിയ റായത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നു എവിടെ? സ്വർഗത്തില്. ഈ പെണ്ണാണ് ഇതിന് കാരണം. അല്ല, പെണ്ണല്ലേ കാരണം. ഹറമി എന്ന വാക്കിന്റെ റിവായത്ത് എന്താ അറിയോ? ഇമാം സുർഖാനി അവര് കിതാബില് ഹറമി എന്ന വാക്കിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെത്തിയപ്പോൾ ഹവ്വാ റളിയല്ലാഹു അൻഹയെ ആദം നബി അകറ്റി നിർത്തി. ഈ എവിടേക്ക് വരരുത്,
അങ്ങോട്ട് വരരുത്. ആ ഹവ്വാക്ക് ഹറാമാക്കിയ സ്ഥലം പിന്നെ ഹറമായി നിശ്ചയിച്ചു. ഈ എന്നെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ച് ഞാൻ ആ സന്തോഷത്തിന്റെ നാട്ടിൽ നിന്ന് ദുഃഖത്തിന്റെ നാട്ടിലേക്ക് ഞാൻ എത്താൻ കാരണം ആരാണ്? ഇയാണ്. ഇനിയിപ്പോ തിരിച്ചങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ ഇച്ചുണ്ടായാൽ നടക്കൂല. ഇജ് പുറത്ത് നിന്നോ, അത്യാവശ്യം ഞാൻ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞേ. ആരോട്? ഹവ്വാ ബീവിയോട്. ഹവ്വാനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാത്ത സ്ഥലത്തെ പിന്നീട് ഹറമായി നിശ്ചയിച്ചു എന്നൊരു റിവായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണിന് സ്വാഭാവികമായും ആദമിന്റെ വളഞ്ഞ എല്ലെന്നാണ് പെണ്ണിനെ പഠിച്ചത്. മത്താ തുക്കൈമൊക്കെ സെർത്തോ എങ്ങനെ നിവർത്താൻ നോക്കിയാലും എന്താവും? പൊട്ടും. വിട്ടാലോ വളഞ്ഞിടക്കും ചെയ്യും. നിർത്താനും വയ്യ, വിടാനും വയ്യ. നിർത്തിയാ പൊട്ടും, വിട്ടാ വളയും. ഇതേ നട്ടല്ലെന്ന് പഠിച്ചുകൂടായിരുന്നോ? പറയും മനുഷ്യന്മാരെ, അള്ളാഹു തആലക്ക് പെണ്ണിനെ നട്ടല്ലെന്ന് പഠിച്ചുകൂടായിരുന്നോ? അതെല്ലാം നീർന്നല്ലേ ഇതിനെ ഭാര്യല്ലെന്ന് പഠിച്ചേ? അത് വളവാണ്. എന്തേ മനുഷ്യന്മാരെ, അള്ളാഹു തആലക്ക് ഈ ആ പെണ്ണിനെ എവിടുന്ന് പഠിച്ചുകൂടായിരുന്നോ? എന്താണ് ഉറങ്ങണത്? അള്ളാഹു തആലക്ക് ഈ പെണ്ണിനെ എവിടുന്ന് പഠിക്കായിരുന്നു? നട്ടല്ലെന്ന് പഠിച്ചുകൂടായിരുന്നോ? എന്താ ഇതിന്റെ മായന? എന്താണ് ഇതിന്റെ മായന? അതങ്ങനെയാണ്. പെണ്ണ് അങ്ങനെയാണ്. പെണ്ണിനെ വളരെ ശ്രദ്ധിക്കണം. പെണ്ണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ സ്വാഭാവികമായി കുടുംബം നശിക്കാനുള്ള കാരണവും. എത്ര കുടുംബം നശിച്ചു? അറുത്തുകൊന്ന് ഭർത്താവിനെ അറുത്തുകൊന്ന്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്ക, ഒരു കാരണവശാലും സാലിഹായ ആളുടെ അടുത്തല്ലാതെ പോകരുത്. 2, സ്വയം ചികിത്സിച്ചത് കൊണ്ട് ഈ കാര്യത്തെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയില്ല. അതിന് ശറഅ് തന്നെ ഉണ്ട്. മുത്തുനബിയുടെ അടുത്തേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ചു സയ്യിദുനാ ജിബ്രീൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ? ഒരാൾക്ക് കണ്ണേറോ മറ്റോ ഉണ്ടെങ്കിൽ അൽ ഇലാജുൻ നഫ്സി, സ്വയം തന്നെ അയാൾക്ക് ചെയ്യാവുന്ന കാര്യം ഇക്സാഉൽ ഇസ്തിആദ, അയാൾ ഇസ്തിആദത്തിനെ പെരുപ്പിക്കണം. എങ്കിൽ ചികിത്സ എളുപ്പത്തിൽ ഫലിക്കാൻ കാരണവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, 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 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശൈത്താൻ എന്ന കൂട്ടുകാരനായിട്ടാ വരിക. നിങ്ങളെ ഞാനും ചങ്ങായിയാണ്, നിങ്ങളെ ലീഗാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, അങ്ങനെ സങ്കല്പിക്ക്. ഞാൻ അനങ്ങിയ ഈ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയും. ഈ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ക്ഷമിക്കും, പിന്നെ നിങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ വന്ന ഓഫീസിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല, നാടൻ വർത്താനം. അപ്പം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ലീഗാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാന്ന് സങ്കല്പിക്ക്. അങ്ങനെ മൂപ്പരും ഞാനും എന്തായി പറയും മനുഷ്യന്മാരെ, ചങ്ങാതി ആയപ്പോ പിന്നെ ഞാൻ ഓരോ സെക്കൻഡിലും ഞാൻ എന്ത് പറയാ? ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. അത് വല്ലാതെ മൂപ്പർക്ക് സഹിക്കാൻ കഴിക്കില്ല. ഇതന്നെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവനെ ഇളക്കണവർക്ക് വേഗം ഇളക്കാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് അതൊരു രീതിയാണ്. ഈ വേറെ രീതിയുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ളുറൂൻ. ഇത് ഇക്സാർ ചെയ്യാ, പേരിപ്പിക്കുക. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി ومن شر عباده ومن همزات الشياطين وأن يحضرون. أعوذ بكلمات الله التامات من غضبه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. أعوذ بكلمات الله التامات من غضبه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. ഞങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? സാധാരണ ആളുകൾ സീറൊന്നും ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 3 വട്ടം ചെല്ലാതെ നവൈതു ഉസല്ലി ഫർളദുഹി എന്ന് പറയരുത്. നിസ്കരിക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെല്ലണം 3 വട്ടം എല്ലാ നിസ്കാരത്തിനും. എന്നാൽ അതിൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. എന്തിന്? ആരെ തൊട്ട്?
ശൈത്താനെ തൊട്ട് നമുക്ക് അവിടെ ഉള്ളിൽ ഇത് മുസ്തഫ നബിന്റെ ഒരു ചികിത്സയാണ്. സാധാരണ നിസ്കരിക്കാൻ നിൽക്കണതിന്റെ മുമ്പ് വരെ സാധാരണ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നമുക്ക് സീറൊന്നും ബാധിച്ചിട്ടില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ കാരി കയറും. ശൈത്താന് ഇത് നാശാക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ് ഏത്? നിസ്കാരം. ഇതിലൂടെ നമ്മളെ കയറിയാൽ ശൈത്താന് പിന്നെ നമ്മളെ പിടിക്കാൻ കിട്ടൂല. അതുകൊണ്ട് ഇവിടെ ഇട്ടോ നമ്മളെ നാശാക്കും. അതുകൊണ്ട് ആ നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് വരെ ഇതൊരു 3 വട്ടം പറയണം. ഇമാമ തക്ബീർ കെട്ടിയിട്ടില്ല, നിങ്ങൾ സൊഫിൽ നിൽക്കാണ്, ആ നേരത്തെ നിങ്ങൾ വേഗം എന്ത് പറയാ? സാധാരണ നേരം ഉണ്ടെങ്കിൽ, അല്ലാതെ ഞങ്ങൾ മസ്ബൂക്കായി ചെല്ലുമ്പോൾ പറയണമെന്നല്ല, മനസ്സിലാണ്ട പറഞ്ഞത്. നിങ്ങൾ നേരത്തെ എത്തി, ഞങ്ങൾക്ക് അവിടെ നേരമുണ്ട്. ഇമാമ എവിടെയാണ്? തെക്കിബീർ കെട്ടിയില്ല, അല്ലെങ്കിൽ കെട്ടാൻ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ കെട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് നേരമുണ്ട്. നിങ്ങൾ ഒരു 3 വട്ടം പറയാം. അത് ചെല്ലാതെ സുസല്ലി ഫർദൂനി പറയരുത്, പറയുന്നത്. കാരണം നമ്മളെ തലയൊക്കെ വേഗം ആര് കയറും? ശൈത്താൻ കയറും. എല്ലാവരും അത് ചെല്ലും. നിസ്കരിക്കാൻ മുമ്പ് നിൽക്കണവരെ പറയണം, കാരണം അത് കയറും മാറ്റോന്. അള്ളാഹു തആല നമ്മളെ എപ്പോഴും ചെല്ലാം. നിസ്കാര സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഒരാളോട് ദേഷ്യം തോന്നിയാല്, അസൂയ തോന്നിയാല്, ഒക്കെ ഒരാളോട് നമുക്കൊരു അസൂയ തോന്നുന്നുണ്ട്, നമുക്ക് എപ്പോൾ തന്നെ ചെല്ലണം. കാരണം നമ്മളല്ല ഈ അസൂയന്റെ ആളാരാ? ശൈത്താൻ നമുക്ക് അസൂയ ഉണ്ടാക്കി തരാണ്. വേഗം ചെല്ലണം. അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് ഞാൻ വചനങ്ങൾ കൊണ്ട് അതിനോട് കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു. പിന്നെ അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട്, അള്ളാഹിന്റെ ശിക്ഷയെ തൊട്ടും, അള്ളാഹിന്റെ അടിമകൾ ഉണ്ടാക്കുന്ന ഉപദ്രവത്തെ തൊട്ടും, പിശാചുക്കൾ എന്നെ സ്പർശിക്കുന്നതിനെ തൊട്ടും, അവർ എന്റെ ഈ നിസ്കാരത്തിൽ സന്നിഹിതരാകുന്നതിനെ തൊട്ടും. അവര് വരാൻ തന്നെ പാടില്ല, അവരെന്റെ അടുത്ത് വരാൻ പോലും പാടില്ല. ഈ അസറോട് കൂടി ഇങ്ങോട്ട് തടിമലട് കയറണം. അത് ചെയ്യാതെ എന്റെ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരാളും അത് ചെല്ലാതെ നിസ്കരിക്കരുത്. അത് ഭയങ്കര ഒരു വികായത്താണ്, ഭയങ്കര. എപ്പോഴും ജമാഅത്തിൽ നിന്ന് അർത്ഥം പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്കിത് ചെല്ലാൻ കിട്ടൂലെങ്കിൽ പറഞ്ഞാല് അപ്പൊ ആയിക്കോട്ടെ ആചാര്യ, നിങ്ങൾക്ക് ആയിക്കോട്ടെ. നിങ്ങൾക്ക് അത് ചെല്ലാൻ കിട്ടൂലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താള്, നിങ്ങൾക്ക് അങ്ങനെ ചെല്ലാൻ കിട്ടൂലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താള്. പക്ഷെ ഈ പദം തന്നെ പറയലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കത് പറയാൻ കിട്ടൂലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ, പഠിച്ചോനെ ശൈത്താന്മാർ എന്നെ ഈ നിസ്കാരത്തിൽ വരാതെ എന്നെ കാക്കണേ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് അറബി പറയാൻ കഴിയണില്ലെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഈ പദം തന്നെ ഇത് റസൂലുള്ളാഹിന്റെ പദമാണ്. ഈ പദം ഇവിടെ പഠിപ്പിച്ചതാരാ? മുത്തുനബിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതിൽ ബർക്കത്തുണ്ടാവും. ചെല്ല്. ഏത് നേരത്തും ഇത് ചൊല്ലണം. ഇത് ഭയങ്കര ഒരു സദസ്സിലിരിക്കുകയാണ്, 2-4 മനുഷ്യന്മാരുടെ ഇടയിൽ സംസാരിക്കുക. ഈ സംസാരം മതിയാകും നമ്മളെ പരാജയത്തിന്. ഒരു വാക്ക് പാളിയാൽ മതി. ഒരു വർത്താനത്തിന് ഇരിക്കുന്നതിന് മുമ്പ്, നമ്മളെ മജ്ലിസിലെത്തിന് മുമ്പ് ഇത് പറയാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി മിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ളുറൂൻ. അർത്ഥം പറയാം. എന്താ അർത്ഥം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി, അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളോട് ഞാൻ ഇതാ കാവൽ ചോദിക്കുന്നു. പിന്നെ എന്തിനെ തൊട്ട്? മിൻ ഗളബിഹി, അല്ലാഹുവിന്റെ കോപത്തെ തൊട്ട്, വഇഖാബിഹി, അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ടും, പിന്നെ വമിൻ ശർരി ഇബാദിഹി, അല്ലാഹുവിന്റെ ദാസന്മാർ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ തൊട്ടും, വമിൻ ഹമസാത്തി ശയാത്തീനി, പിശാചിന്റെ സ്പർശം എനിക്ക് വരുന്നതിനെ തൊട്ടും, വഅൻ യഹ്ളുറൂൻ, അവർ എന്റെ അടുക്കൽ ഹാജരാകുന്നതിനെ തൊട്ടും. അവരെന്റെ അടുത്ത് വരാൻ പോലും പാടില്ല. ഓലെ ഇതിന്റെ താടിമക്കോലുണ്ട് വരാൻ പോലും പാടില്ല. എന്നെ തൊടാൻ പോയിട്ട് എന്റെ അടുത്ത് വരാനും പാടില്ല. ആദ്യം കോപം, പിന്നെ ശിക്ഷ, പിന്നെ അവരുണ്ടാക്കുന്ന ഉപദ്രവം, പിന്നെ അവരുടെ സ്പർശം, പിന്നെ അവര് വരാൻ തന്നെ പാടില്ല. എന്റെ താടിയുടെ അത് ഏത് നേരവും എപ്പോഴും ചെല്ലണം. അത് എപ്പോഴും ചെല്ലണം. അത് ഭയങ്കര ഫലമുള്ള അമലാണ്. ഇത് റസൂല പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും അത് ഏത് നേരവും ചൊല്ലണം. നമുക്കൊരാളോട് ദേഷ്യം തോന്നുകയാണ്, ഒരു വർത്താനം പറഞ്ഞ് അടുത്ത വർത്താനം നമുക്ക് മുൻകോപം വന്നാൽ ചെല്ലണം. ഈ വർത്താനം മതിയാവും കത്തിക്കുത്തുണ്ടാവാന്. മനസ്സിലായോ പറഞ്ഞത്? ഒരാളെ ഓണടിച്ച് ബാക്കിൽ നിന്ന് നമ്മളെ വണ്ടി നമ്മൾ പോവുകയാണ്, ബാക്കിൽ നിന്ന് ഓണടിച്ച്, അപ്പൊ നമുക്ക് ചൂടിളകി ഉടനെ ചെല്ലണം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ളുറൂൻ. ഇവിടെ കോപം വരുത്തുന്നതിന് ആരാ? ചിലപ്പോ ആ ഒരൊറ്റ ഓണടി മതിയാവും അങ്ങോട്ടോട്ട് കുത്താൻ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അല്ല, നിസ്കാരത്തിന് മുമ്പ് ആചാര്യ, ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല. അത് എപ്പോഴും ചെല്ലണം. നിങ്ങൾ പള്ളിക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പ ചൊല്ല, പള്ളി കയറുന്നതിന് മുമ്പ് ചൊല്ല, നിസ്കാരത്തിൽ നിന്നാ ചെല്ല. കാരണം ഏത് സമയത്തും വരാൻ സാധ്യത ഉണ്ട്. ആര്? ശൈത്താന്. നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെല്ലാൻ കഴിയുമെങ്കിൽ ഭയങ്കര നല്ല കാര്യമാണ്. ജമാഅത്തിൽ സൊഫിൽ നിന്നും ഇമാമ തക്ബീർ കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ
കിട്ടാൻ വരുന്നുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞു. വേഗം നിങ്ങൾക്ക് 3 വട്ടം ചെല്ല ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം അത് പറയാം. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ പറയാൻ ഏറ്റവും നല്ല വാക്കിതാണ്. ഒരു സിഹറൊക്കെ ബാധിച്ചു എന്ന് കണ്ടാൽ ഒരു ദിവസമെങ്കിലും ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഒരു 1000 വട്ടെങ്കിലും ദിവസം ചെല്ല. പിടി അയഞ്ഞു. ആരുടെ പിടി? ശൈത്താൻ പിടി അടഞ്ഞു. ശൈത്താൻ പിടി അടയും അയഞ്ഞു. പിന്നെ വല്ലാതെ നിൽക്കാൻ കഴിയില്ല. പിന്നെ ചികിത്സയിൽ ഒരൊറ്റ പോയിന്റ് തന്നെ അത് അവസാനിപ്പിക്കാൻ ചികിത്സാരിക്ക് കഴിയുകയും ചെയ്യും. അത് നമ്മൾ ചികിത്സാരിയെ സഹായിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാണ്ട് പറഞ്ഞത് അത് സഹായിക്കലാണ്. അപ്പൊ നമ്മൾ സൂചി അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഇവിടെ വലിയൊരു പൈപ്പൊക്കെ കൊടുത്തിട്ട് സാധാരണ ഉണ്ടല്ലോ, മനസ്സിലായില്ല, മിറ്റായി കഴിഞ്ഞാൽ ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിടും? വലിയ സൂചിയൊക്കെ വേണ്ടിയിട്ട് അവർ സ്ഥിരമായി ഇവിടെ സാധനം പൈപ്പ് ഒട്ടിക്കും അല്ലേ? അത് ഇന്നങ്ങനെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയാൽ ഇനി ഇത് പറിച്ചു കിട്ടണം. അത് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് അല്പം ചൂടുവെള്ളം കൊണ്ടൊക്കെ പുതിർത്തി കൊടുത്താൽ മറ്റേ ആൾക്ക് എളുപ്പമുണ്ട്. ഒരു വലിയ കൊണ്ട് കഴിഞ്ഞ് നിങ്ങൾക്കപ്പോൾ വേദന ഉണ്ടായില്ല. അതാണ് ഈ അവതരിപ്പിക്കൽ മാറ്റില്ല ഇത്ര മാറ്റി മറ്റേക്ക് വേഗം പണിയെടുത്ത്. മാത്രമല്ല ഇനി അയാൾ നിങ്ങളടുത്ത് നിങ്ങളെ കൊണ്ടു ചെല്ലുമ്പോൾ അയാളത് പറിക്കേണ്ട മാതിരി പറിച്ച് ഞങ്ങളെ തോലി അടക്കം പോവുകയും ചെയ്യും. അത് ഇല്ലാതിരിക്കാൻ നല്ലതാണ്. ആദ്യം തന്നെ നിങ്ങൾ എന്തായി ചൂടുവെള്ളമൊക്കെ ഒന്ന് പൊതിർത്തിയൊക്കെ ഒന്ന് ലെവലാക്കി നിങ്ങളോ ഞാൻ ഇളക്കി നോക്കി അല്ലേ? അങ്ങനെ തന്നെയല്ലേ? 6 വർഷമാനാക്കിയ മറ്റേ വലിച്ചെടുത്താൽ മതി. അത്ര ഇതന്നെയാണ് പറഞ്ഞതിനർത്ഥം. നമ്മളൊരു സേറോ കണ്ണറോ ബാധിച്ചാൽ ഒരു മന്ത്രിക്കാൻ പോണീനോ പിന്നെ നമ്മൾ ഇതന്നെ ചെയ്താൽ പിന്നെ മറ്റാക്ക് ചെറിയ പണി ഉണ്ടാവുള്ളൂ, സാധനം ഒഴിവായി പോകും. അത് നമുക്ക് ഒരു സേറിനോ ഒരു കണ്ണേറോ അതിന്റെ ഒക്കെ ഒരു സ്പർശം ഉണ്ട് എന്ന് കണ്ടാൽ ഇത് നമ്മൾ പെരുപ്പിക്കണം. കാരണം അപ്പോൾ നമ്മളെ കൂടെ ആരുണ്ടാവും? ചെയ്ത്തുണ്ടാവും. അതാണ് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞ എന്ത് മനസ്സിലായില്ല? ഇൻകിലാബ് സിന്ദാബാദ് എന്ന് വല്ലാതെ കേൾക്കാൻ ലീഗിന് കഴിയൂല. ലീഗ് സിന്ദാബാദ് എന്ന് കേൾക്കാൻ ആർക്കും കഴിയൂല, കമ്മ്യൂണിസ്റ്റുകാരന് കഴിയൂല. എന്നതുപോലെ ഔദു ബി കലിമാത്തില്ലാഹി കേൾക്കാനാണ് ശൈത്താന് കഴിയില്ല. ഈ ശൈത്താൻ നമ്മളെ കൊണ്ട് ചങ്ങായിപ്പോ കുടുങ്ങിയാലോ ഇവിടുന്ന് പോകാനല്ലെന്ന് ആർക്കെന്നെ തോന്നും? ശൈത്താൻ തന്നെ തോന്നും. അതിന് ഒരു സുഖവും കിട്ടുന്നില്ല. ആ കണ്ണീർ നോക്കാനുള്ളതാണ്. എന്തിനും ഇത് വലിയൊരു വചനാണ്. ഇത് വല്ലാത്തൊരു വചനാണ്. രോഗങ്ങളിൽ അധികമായ രോഗത്തിന്റെയും അടിസ്ഥാനം ശൈത്താനാണ്. ശൈത്താൻ തളർച്ച ഉണ്ടാക്കും, ശൈത്താൻ തലവേദന ഉണ്ടാക്കും. തലവേദന ഉണ്ടാക്കുന്നതിൽ നല്ല ശവനം ശൈത്താനാണ്. പള്ളവേദന ഉണ്ടാക്കും, പലതും ഉണ്ടാക്കും, പലതും ഉണ്ടാക്കും. ശൈത്താൻ പലതും ചെയ്യും. ശൈത്താൻ കപ്പൽ മുക്കും, ശൈത്താൻ വിമാനം താഴ്ത്തിക്കിടും. ശൈത്താൻ എന്തു ചെയ്യും? ശൈത്താൻ ഭയങ്കര കളനാ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പലതും ചെയ്യും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇത് ഇസ്തിആനത്ത് ദായിമായി ചെയ്യുക. ഇസ്തിആനത്ത് ദായിമായി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ബന്ധം അയാൾക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിശാചിന് ഖുവ്വത്ത് നഷ്ടപ്പെടും. أعوذ بكلمات الله التامات من غضبه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. പിശാചിന്റെ പരിഹാരങ്ങളിൽപ്പെട്ട പരിഹാരങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചികിത്സക്കാരെ സിഹറിനെ ബാത്തിലാക്കാൻ കഴിയൂല. പിന്നെ ലഅല്ലോ ചിലപ്പോൾ അള്ളാഹു ഒരു അബ്ദിനെ മൗഹിബത്തായി നൽകുക. ഉദാഹരണം പറയാ, ചില മൗഹിബത്തുകൾ ഉണ്ട്. ആ മൗഹിബത്തിൽ സിഹർ ബാത്തിലാവും. ഒരാൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടാൽ, ഹക്കായി റസൂലുള്ളാഹിനെ ഒരാൾ സ്വപ്നം കണ്ടാൽ സിഹർ നിലനിൽക്കൂല, അപ്പോൾ ബാത്തിലാവും. സാലിഹ്യങ്ങളെ കാണാൻ നല്ലതാണ്. തഫാവുൽ ഉണ്ടാവും. തഫാവുൽ നല്ല ലക്ഷണങ്ങളാണ്. അതൊക്കെ സാലിഹ്യങ്ങളെ കാണാൻ നല്ല ലക്ഷണങ്ങളാണ്. സാലിഹ്യങ്ങളെ കാണാൻ നല്ല ലക്ഷണമാണ്. അതിനും ഫലമുണ്ട്. ഇത് നിങ്ങൾ ഇതായത്തല്ല, അത് റസൂലുള്ളാഹിന്റെ ഹദീസായ മന്ത്രാണ്. ഇത് നിങ്ങൾ വെള്ളത്തിൽ ഓതി കുടിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ സുബഹി നിസ്കരിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു കണ്ണീറിനെ പേടിയുണ്ട് എന്ന് വെക്കുക, അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് സംഭവിച്ചോ എന്ന് ചോദിക്കുക. നിങ്ങൾ അതത് നിശ്ചയിച്ചാൽ ഒരു 11 വട്ടം അല്ലെങ്കിൽ 41 വട്ടം അതിന്റെ കട്ടിക്കനുസരിച്ച് നിങ്ങൾ വെള്ളത്തിലൂടുക, അല്ലെങ്കിൽ തേനിലൂടുക, അല്ലെങ്കിൽ സംസം വെള്ളം എടുക്കുക. സ്വാഭാവികമായും ശൈത്താന് ദേഷ്യമുള്ള വെള്ളമാണ് ഏത്? സംസം ഉള്ളിൽ തന്നാൽ അതിന്റെ നനവിലും തണുപ്പിലും പിശാചോടും. പിശാചിക്കാൻ കഴിയില്ല. വേഗം എന്ത് ചെയ്യുക? ലേശം സംസം വെള്ളം എടുക്കുക. പിന്നെ ഞങ്ങൾക്കൊരു സ്വാഭാവികമായ കാര്യം പറഞ്ഞുതരാം. കഴിയുമെങ്കിൽ ഒരു ദിവസത്തിന്റെ ബിദായത്ത് എന്ന് പറഞ്ഞാൽ ഒരിറ്റ് സംസം വെള്ളം ആക്കുമ്പോൾ നല്ലതാണ്. എന്നും ആദ്യത്തെ വെള്ളം എന്താവുക? ഇന്ന് വേണമെങ്കിൽ നടക്കും. നിങ്ങളൊരു ക്ലാസ് മുഴുവനൊന്നും എടുക്കണ്ട. നിങ്ങൾ എന്ത് ഒരു 5 ലിറ്റർ വെള്ളം ആരോടെങ്കിലും ഏൽപ്പിക്കുക. ഇന്ന് കിട്ടൂലേ? കിട്ടാതെന്താ? കിട്ടൂലേ? കിട്ടും. ഒരു കൊല്ലം ഒരു ഭാര്യക്കും ഭർത്താവിനും
ഒരു കൊല്ലല്ല 2 കൊല്ലം കുടിക്കാൻ എന്ത് മതി? ഈ 5 ലിറ്റർ മതി. നിങ്ങൾ വല്ലാതെ കുടിക്കണ്ട. എന്ത് ഒരു സ്പൂണിന്റെ അല്പം, ഒരു സ്പൂണ് 2 മതി. ഭാര്യക്കും ഭർത്താവിനും തഹജ്ജുദിന് എണീറ്റ് ആദ്യത്തെ വെള്ളം എന്താണ് അതിലെന്ത്? ലിമാ ശുരിബ ലഹു. അത് കുടിക്കണ നേരത്തെ എന്ത് നിയത്ത് ചെയ്താലും അത് അള്ളാഹ് നടപ്പിലാക്കി കൊടുക്കും. റസൂൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞ് അത് കുടിക്കണ നേരത്ത് പറയും മനുഷ്യന്മാരെ, അത് കുടിക്കണ നേരത്ത് എന്ത് നിയത്ത് ചെയ്താലും ലിമാ ശുരിബ ലഹു, എന്ത് നിയത്ത് ചെയ്താലും അള്ളാഹ് നടപ്പിലാക്കി കൊടുക്കും. അള്ളാന്റെ പരിശുദ്ധ തൗഹീദിന്റെ ഭൂമിയിലുള്ള അടയാളമാണ് എന്ത്? സംസം വെള്ളം. അപ്പൊ നിങ്ങളുടെ സംസം വെള്ളത്തിലേക്ക് കൂടി കുറച്ച് സംസം വെള്ളം എടുത്ത് നിങ്ങൾക്ക് സിഹറിനെ പേടി ഉണ്ട്, അത് കണ്ണീർ പറ്റുമെന്ന് പേടിയുണ്ട്, എന്തോ ഒരു അവലക്ഷണം ബാധിച്ചോ നിങ്ങൾക്ക് വരാം, തടസ്സങ്ങൾ ഉണ്ടാകാം, ശൈത്താൻ തടസ്സപ്പെടുത്തും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ സംസം വെള്ളം എടുത്തു, നിങ്ങളൊരു 11 വട്ടോ 41 വട്ടോ ഒരു ആരത് നിശ്ചയിച്ചാളെ. എന്നിട്ട് എന്ത് ചെയ്യാ? 41 രാജതാണ്, 11 രാജതാണ്, ഒക്കെ പറ്റും. ഒരു ഫസ്റ്റ് ഇയറും കൂടി എഴുതിയോളും. സിഹറോ 11, 11 41 ഓക്കെ, രണ്ടും പറ്റും. അത് കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ. സിഹറോ കണ്ണേറോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലായാൽ ചികിത്സാരിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. എന്താ ഫസ്റ്റ് എയ്ഡ്? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ 41 ഫലക്കും 41 നാസും മസ്റ്റായി ഓതണം. സിഹർ ബാത്തിലാക്കാനും കണ്ണേർ ബാത്തിലാക്കാനും വേണ്ടി മാത്രം ഇറങ്ങിയ സൂറത്താണ് അത് രണ്ടും. അവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ല, അവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ല. 41 ഫലക്കും 41 നാസും മഗ്‌രിബിന് ശേഷം അതന്നെ. മഗ്‌രിബ് നിസ്കരിച്ചാൽ ഉടനെ, മഗ്‌രിബ് നിസ്കരിച്ച തബാറക്കങ്ങൾ ഉറങ്ങണതിനും ബോധ്യം മതി, അൽവാക്യങ്ങൾ ഉറങ്ങണതിനും ബോധ്യം മതി. പക്ഷെ ശൈത്താന്റെ സമയമാണ് ഇത് മഗ്‌രിബ്. ശൈത്താന്റെ സമയമാണ് മഗ്‌രിബ്. ഒരു കുട്ടിയെ മന്ത്രിക്കാൻ ഏറ്റവും നല്ല സമയത, ഒരു കുട്ടിക്ക് ഒരു കരച്ചില് എങ്കിൽ ഏറ്റവും നല്ല സമയത മന്ത്രിക്കാൻ, ഏറ്റവും നല്ല ഉച്ചയല്ല മന്ത്രിക്കാൻ ഏതാ സമയം? മഗ്‌രിബിന് ശേഷം. ഇനി ഈ വിഷയം ഉമ്മാക്കും ചെയ്യാം. അതായത് ഒരു കുട്ടിക്ക് പഠിക്കുന്നത് മനസ്സിലാവില്ല, നേരത്തെ നല്ല ഉഷാറായി പഠിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പൊ തീർന്നു. അപ്പൊ എന്താ കാര്യം? ചിലപ്പോ എന്തുണ്ടാവും? കണ്ണേർ. ഈ കുട്ടികളെ മുഴുവനെ എല്ലാ വിഷയങ്ങൾക്കും ജയിക്കുന്നതിന് മാനസികമായി ഞാൻ എതിരാണ്. കുട്ടികൾ ചില വിഷയങ്ങൾ തോൽക്കണം. ഫുള്ള് മാർക്ക് ഒരു കുട്ടി വാങ്ങിയാൽ ആ കുട്ടിയെ ഭയപ്പെടണം, എന്തെങ്കിലും സംഭവിക്കും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഈ ചില കുട്ടികൾ എനിക്ക് 100 മാർക്ക് കിട്ടിയെന്ന് എൻ്റെ കുട്ടികൾ വന്ന് പറയുമ്പോൾ എനിക്കത് പേടിയാ. ഞാൻ ചിലപ്പോൾ കുട്ടികളോട് പറയും തോറ്റ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കൊല്ലം വരെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് തോറ്റാൽ ഒരു കുഴപ്പമില്ല. ജയിക്കുന്നതിനെ പേടിക്കണം, തോൽക്കുന്നതിനെ പേടിക്കണ്ട. നിങ്ങൾ വിചാരിച്ചതല്ല കാര്യം. അതെ, ഈ ഒരിക്കലും കുട്ടികൾക്ക് 100 മാർക്ക് കിട്ടുന്നത് ഒരു ഹൈറും ഇല്ല. 100 മാർക്ക് കിട്ടാൻ പാടില്ല. ആ കുട്ടി മാനസിക രോഗം ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് കുട്ടികൾ 100 മാർക്ക് വാങ്ങി വരുന്നത് ഭയങ്കര പേടിയാ. അതിൽ ഹൈറില്ല. കുട്ടികൾക്ക് ഒരു ആവറേജ് മാർക്ക് ഒരു 70, 75, 80, 90 ഒരു എൻട്രൻസിന് കിട്ടുമൊക്കെ വേണം, കുറച്ചൊന്ന് മെനക്കെട്ട് കിട്ടുക. അങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ 100 മാർക്കിൽ ഒരു 91 മാർക്ക് 9 മാർക്കായാൽ ഈ കുട്ടിയിൽ ഒരു നിരാശ വരും. അപ്പോഴത്തേന് ആര് കയറും? ശൈതാൻ കയറും. കുട്ടികളോട് നിങ്ങൾ എപ്പോഴും ജയിക്കണം എന്ന് ഉപദേശിക്കാനേ പാടില്ല. കുട്ടികൾ പഠിക്കുമ്പോൾ മോനെ പഠിക്കണേ, മക്കളെ പഠിക്കണം കേട്ടാ എന്നല്ലാതെ ഫുൾ ടൈം 100 മാർക്ക് വാങ്ങി വരണം എന്ന് കുട്ടികളോട് പറയരുത്. കാരണം എന്നെങ്ങാനും കുട്ടികൾക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ അവിടെ കുട്ടിക്ക് എന്ത് വരും? നിരാശ വന്ന മസ്റ്റ് ആര് കയറും? സെക്കൻഡ് കയറും. കാരണം നിരാശ കുഫറല്ലേ. നിരാശയിൽ ഇവിടെ എന്ത് വരും? കുഫർ വരും. കാഫിറായ ആളുകൾക്ക് നിരാശ വരൂ. കുഫർ വരുമ്പോ മറ്റൊരു കയറും. വിഷയത്തിലേക്ക് തിരിച്ചു വരും. നമ്മളിപ്പോ അത്തരം കാര്യങ്ങൾക്ക് ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ കുട്ടികളെ അമിതമായി പ്രേരിപ്പിക്കുന്നതൊന്നും ഒരു ഹൈറില്ല. ഒരു ഹൈറില്ല. ആ കുട്ടികളെ പിന്നെ ഭാവിയെ പേടിക്കണം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാം. അതായത് ഒരു കുട്ടിയെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ഒരു 41 ഫലക്കും 41 നാസും എന്ത് ചെയ്യുക? അതിന് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളി. മുൻഗാമികളായ സാലിഹ്യങ്ങൾ ചെയ്തിരുന്ന ഒരു അമലുണ്ട് ഇതില്. ഒരു 3 മുളകെടുക്കുക. മുളകെടുത്തിട്ട് 41 വറ്റൽ മുളക് എടുക്കുക. 41 വറ്റൽ മുളക് ഏതായാലും തിന്നണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി നല്ല സാധനം ഇതൊക്കെയാണ്, ഇതിനൊക്കെ പറ്റും. ഇന്നെ ഒരു 3 വറ്റൽ മുളക് ഞെട്ടി കളയാതെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക?
41 ഫലക്ക് 41 നാസ് ഓതുക. അതില് പിന്നെ ഒരു അയ്യഞ്ചോ ഒക്കെ കഴിയുമ്പോൾ ഇതിലിങ്ങനെ മന്ത്രിക്കുക. എന്തില്? ഈ കുട്ടീനെ മൂർത്താവിൽ മന്ത്രിക്കുക, ഈ മുളകിൽ മന്ത്രിക്കുക. എന്നിട്ട് നാസും അങ്ങനെ തന്നെ, 41 നാസും അങ്ങനെ തന്നെ, ഇതിലും മന്ത്രിക്കുക, മൂർത്താവിൽ മന്ത്രിക്കുക. എന്നിട്ട് അവസാനം ഈ കുട്ടിയെ എന്ത് ചെയ്യുക? തലയിൽ എന്ത് ചെയ്യുക? ഈ മുളക് കൊണ്ട് 3 ദിവസം ചുറ്റുക. എന്നിട്ട് 3 തവണ ചുറ്റിയിട്ട് ഒന്ന് ഇങ്ങനെ എടുക്കുക, ഒരു 7 വട്ടം. അതിനാണ് പഴയ കാലത്തെ രീതിയാണത്. നമ്മക്കറിയില്ല, ഇതിലൊക്കെ പലതും ഉണ്ടാവും. ഇതോടുകൂടെ ഇതിൽ ആര് പുറത്തു പോരാം? പിശാച്. പിന്നെ കട്ടിയായ ഒരു ഉപദ്രവമാണെങ്കിൽ ഫസ്റ്റ് എയ്ഡായി ചെയ്യാവുന്ന കാര്യം ഈ പറയുന്നത് കേട്ടാ. ഫസ്റ്റ് എയ്ഡായി ചെയ്യാവുന്നത് പിന്നെ നമുക്ക് എന്തോ സംഭവിച്ചെങ്കിൽ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. മകരി നിസ്കാരം കഴിഞ്ഞിട്ട് ഇതൊരു 3 ദിവസമെങ്കിലും ചെയ്യാം. ഇതൊരു 3 ദിവസമെങ്കിലും ഫസ്റ്റ് എയ്ഡായി ചെയ്യാം. അതിലേക്ക് ഒരു ഇസ്മ കൂടി കൂട്ടുന്നത് നല്ലതാണ്. അസ്മാഉൽ ഇദ്രീസിയയിൽ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ വളരെ നല്ലതാണ്. ഇതിന് യാ സക്കിയു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ ബി ഖുദ്സിഹി എന്ന ഒരു ദിക്റുണ്ട് അസ്മാഉൽ ഇദ്രീസിയയിൽ. അള്ളാന്റെ അസ്മായിൽ പെട്ടതാണ്. അത് 101 വട്ടവും ഈ മുളകിലേക്ക് മന്ത്രിച്ച് ഒഴിഞ്ഞാല് ഒരളവോളം ശൈത്താനിയത്തിന് പരിഹാരം ഉണ്ടാവും. ഒരളവോളം. അസ്മാഉൽ ഇദ്രീസിയ എന്നൊരു അസ്മാ ഉണ്ട്. അതുണ്ട്. നിങ്ങൾ ചൊല്ലിക്കോളി, ഇതിന് മേജറാണ്ട. അസ്മാഉൽ ഇദ്രീസിയ എന്റെ കയ്യിലുണ്ട്. യാ സക്കിയു ത്വാഹിറു, യാ എഴുതിയാക്കി, യാ സക്കിയു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ ബി ഖുദ്സിഹി, മിൻ കുല്ലി ആഫത്തിൻ ബി ഖുദ്സിഹി. 101 വട്ടം. യാ സക്കിയു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ ബി ഖുദ്സിഹി, യാ സക്കിയു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ. അസ്മാഉൽ ഇദ്രീസിയയിൽപ്പെട്ട ഒരു ഇസ്മാണത്. ഇത് സിഹ്ർ, കണ്ണീർ പോലെ തന്നെ എളുപ്പത്തിൽ ഇല്ലാതെയാക്കുന്ന ഒരു ദിക്റാണ്. 41 ഫലക്ക്, 41 നാസും ഈ അസ്മാഉൽ ഇദ്രീസിയയിൽപ്പെട്ട ഒരു ഇസ്മാണത്. യാ സക്കിയു ത്വാഹിറു, സക്കിയ് ശുദ്ധനെ, പരിശുദ്ധനെ, മിൻ കുല്ലി ആഫത്തിൻ എല്ലാ ആപത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ബി ഖുദ്സിഹി അവന്റെ പരിശുദ്ധി കാരണമായിട്ട് നീ ഒഴിവാക്കി തരണം. ഒരു പ്രധാനപ്പെട്ട അള്ളാന്റെ ഇസ്മയിൽപ്പെട്ട ഒരു ഇസ്മാണത്. അള്ളഹാനോടെ കാവൽ ചോദിക്കുന്നത്, വേറെ ശൈത്താനോടല്ല. യാ സക്കിയു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ ബി ഖുദ്സിഹി, യാ സക്കിയു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ ബി ഖുദ്സിഹി. എത്ര വട്ടം? 101 വട്ടം. 41 ഫലക്ക്, 41 കണ്ണേറോ മറ്റോ ബാധിച്ചു എന്ന് കണ്ടാൽ ശൈത്താനാണ് ഇതിന് പിന്നിൽ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 41 ഫലക്കയും മുളക് എടുക്കുക. 41 ഫലക്കയും മുളകില്ലാതെ മന്ത്രിച്ചാലും മതി. പക്ഷെ മുളകായി മന്ത്രിക്കുന്നത് നല്ലതാണ്. ആ മുളക് പിന്നെ തീയിലിട്ട് കത്തിക്കുക. ആ മുളക് അങ്ങനെ തന്നെ ഒഴിഞ്ഞെടുത്ത് തീയിലേക്ക് ഇടുക. യാ സക്കിയു. ഇതൊക്കെ പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരും മറ്റൊക്കെ ചികിത്സിച്ചിരുന്നു. ഒരുപാട് ഫലം അതിനുണ്ടായിരുന്നു.